നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കിഡ്നി അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കിഡ്നി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കിഡ്നി ഡാമേജ് കൊണ്ടായിരിക്കും ഒരിക്കലും മനസ്സിലാക്കരുത്. കിഡ്നി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നത്. അതായത് നമ്മൾ ഫർദർ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് റെഗുലറായിട്ട് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്തും ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നത് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കിഡ്നി ഡാമേജ്ഡ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ക്രിയാറ്റിനിൻ കൂടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലും സിവിയർ ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇതൊന്നും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ മസിൽസ് പ്രവർത്തിക്കുമ്പോൾ, അതായത് മസിൽസ് എനർജി യൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ആണെങ്കിൽ ബ്ലഡിൽ നിന്നും ഈ ക്രിയാറ്റിനിൻ കളക്ട് ചെയ്യുകയും യൂറിനിലൂടെ പുറന്തള്ളുകയും ചെയ്യും. പക്ഷേ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ ക്രിയാറ്റിനിൻ ബ്ലഡിൽ അടിഞ്ഞുകൂടുകയും കാലക്രമേണ അത് ഇന്റേണൽ ഓർഗൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലഡ് ക്രിയാറ്റിനിൻ്റെ നോർമൽ വാല്യൂ പുരുഷന്മാരിലാണെങ്കിൽ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററും സ്ത്രീകളിലാണെങ്കിൽ 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററുമാണ്. അപ്പോൾ ഇതിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രിയാറ്റിൻ്റെ ലെവല് കുറേ നാൾ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞ് പിന്നെ കുറയുന്നില്ല, കുറേ നാൾ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ്റെ സമയത്തും അല്ലെങ്കിൽ അമിതമായിട്ട് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്രിയാറ്റിനിൻ്റെ അളവ് വർദ്ധിക്കാം. പക്ഷേ അത് പിന്നീട് സബ്സൈഡ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാലക്രമേണ അല്ലെങ്കിൽ അത് ദീർഘകാലം സെയിം അളവിൽ തന്നെ അല്ലെങ്കിൽ സെയിം വാല്യൂവിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നത് ഒരിക്കലും കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ കിഡ്നി ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിഡ്നിക്ക് ചെറിയ രീതിയിൽ സ്ട്രഗിൾ നടക്കുന്നുണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പറായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നില്ല എന്ന് മനസ്സിലാക്കണം. കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. അതും എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിയാറ്റിൻ കൂടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് ടേം കോസ് ആണ്. ഈ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ആയിട്ട് ക്രിയാറ്റിൻ കൂടി നിൽക്കാം. അതുപോലെ ലോങ് ടേം ആയിട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരിൽ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡയബറ്റീസ്, സിവിയർ ബ്ലഡ് പ്രഷർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ, പൈലോ നെഫ്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ ഒക്കെ ഇത്തരത്തിൽ ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. യൂറിൻ ഫ്ലോയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുക, അതായത് സ്റ്റോൺ പോലുള്ള അവസ്ഥകളിലൊക്കെ ഇത്തരത്തിൽ ക്രിയാറ്റിനിൻ കൂടുന്നതാകാം. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ക്രിയാറ്റിൻ കൂടി നിൽക്കാറുണ്ട്. കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോഴോ ബ്ലോക്ക് സംഭവിക്കുമ്പോഴോ ക്രിയാറ്റിൻ പ്രോപ്പറായിട്ട് പുറത്തേക്ക് പുറന്തള്ളില്ല, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ ബ്ലഡിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് കാലക്രമേണ അത് നമുക്ക് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും. കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ക്രിയാറ്റിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വെറുതെ ഒന്ന് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കാലക്രമേണ കിഡ്നി ഫംഗ്ഷൻ ചെയ്ത് അഫക്റ്റ് ചെയ്യുകയും ഫ്ലൂയിഡ് റീറ്റൻഷൻ നടക്കുകയും നമ്മുടെ ആംഗിൾ ജോയിന്റിലും കാൽപാദത്തിലുമൊക്കെ നീർക്കെട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും, ഫോമി യൂറിൻ ആയിരിക്കും. കാലക്രമേണ അമിതമായിട്ടുള്ള ക്ഷീണം, കിതപ്പ്, സ്കിന്ന് ഡ്രൈ ആവുക, സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, മസിൽ ക്രാംസ് ഉണ്ടാവുക, ബ്ലഡ് പ്രഷർ കൂടുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. കിഡ്നി ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ചെസ്റ്റ് പെയിൻ, സ്കിൻ അമിതമായിട്ട് ഡ്രൈ ആകുക, സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിൽ വരിക, മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടാവുക, ഉറക്കം ഒട്ടും കിട്ടാത്തൊരവസ്ഥ, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടുവരാറുണ്ട്. ഇതിന്റെ കാരണം ഈ വേസ്റ്റ് മെറ്റീരിയൽസ്
പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോവാത്തതാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് നമ്മുടെ മറ്റ് പല ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ക്രിയാറ്റിനിന്റെ അളവ് ബ്ലഡിൽ കണ്ടുവരികയാണെങ്കിൽ ഫർദർ ടെസ്റ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക എന്നുള്ളത്. അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ്, ആവശ്യമില്ലാതെ എന്തിനും ഏതിനും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർക്ക് ഇത്തരത്തിൽ ക്രിയാറ്റിനിന്റെ അളവ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ പെയിൻ കില്ലേഴ്സ് അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അമിതമായിട്ടുള്ള പുകവലി, പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണം സ്ഥിരമായിട്ടും അമിതമായിട്ടും കഴിക്കാതിരിക്കുക, അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക, എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുക. അപ്പോൾ സിവിയർ ആയിട്ട് ഹൈ BP ഉള്ളവര്, ഡയബറ്റീസ് ഉള്ളവര്, ഹൃദയ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ക്രിയാറ്റിനിൻ വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ കൂടുതലായിട്ട് സോഡിയത്തിന്റെ അളവ്, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇത്തരത്തിലുള്ള അളവ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതായത് ചില ഫ്രൂട്ട്സിലും ചില വെജിറ്റബിൾസിലും ഒക്കെ ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. അതുപോലെ തന്നെ കഴിവതും അത് ഒഴിവാക്കുന്നതായിരിക്കും. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റിന്റെ ഉപയോഗം ഇല്ലാതാക്കുക. അതായത് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ മാത്രം റെഡ് മീറ്റ് ഒഴിവാക്കുക. പൊട്ടാസ്യം, ഫോസ്ഫറസ്, സോഡിയം അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒഴിവാക്കുക. അമിതമായിട്ട് മുഴുധാന്യങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കുക. എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അമിതമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ, അമിതമായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, നടത്തം, ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള വ്യായാമങ്ങൾ, മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നന്നായിരിക്കും.